അന്വേഷണ മികവ് കൊണ്ട് മാത്രം തെളിയിക്കപ്പെട്ട കേസുകളിലൊന്നാണ് ആലപ്പുഴ മുതുകുളം തങ്കമ്മ കൊലക്കേസ്. മുതുകുളം സ്വദേശിനി തങ്കമ്മ എന്ന വയോധികയെ ജീവനോടെ കായലിൽ കെട്ടി താഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഫോൺ രേഖകളോ CCTV ദൃശ്യങ്ങളോ മറ്റ് സാഹചര്യ തെളിവുകളോ ലഭിക്കാതിരുന്ന കേസിൽ പ്രതി പ്രകാശനെ പോലീസ് വലയിലാക്കുന്നത് ഒരു കല്ലും അതിൽ കുരുക്കിയിരുന്ന കയറിൻ്റെ പ്രത്യേക കെട്ടുമാണ്. ഒറ്റ നോട്ടത്തിൽ എങ്ങനെ കെട്ടിയെന്ന് ആരും അന്താളിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ടച്ചുള്ള കുരുക്കായിരുന്നു അത്. ആ കെട്ടിൽ തുടങ്ങിയ നിഗമനങ്ങളാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് തുമ്പായത്. ബോഡി പരിശോധിച്ച സമയത്താണ് അതിൽ കല്ല് കെട്ടിയിരുന്നതായിട്ട് കണ്ടത്. കല്ല് കെട്ടിയിരുന്നതിൽ ഒരു 3 എണ്ണം കെട്ടിയിരുന്നു. 3 എല്ലാം കയറ് വെച്ച് കെട്ടിയിരുന്നു. അതുകൂടെ കൈയും കാലും കെട്ടിയിരുന്നു. പിന്നെ അത് കരക്കടുപ്പിച്ചു. ഈ കനകക്കുന്ന് ജെട്ടി തൊട്ടടുത്ത് ആ ജെട്ടിയിലേക്ക് അത് അടയ്ക്കാൻ കയറ്റിച്ചു. അവിടെ തന്നെയാണ് ഇവരെ വീട്. വളരെ എഫിഷ്യന്റ് ടീമുണ്ട് അവിടെ. ഞങ്ങൾക്ക് അവിടെ സ്പോട്ട് നന്നായിട്ട് ഇന്റലിജൻസ് ഉള്ള അവിടുത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ സ്റ്റാഫ്, പിന്നെ 2 പോലീസ് സ്റ്റേഷനിലെയും സർക്കിൾ ഇൻസ്പെക്ടേഴ്സ്, പിന്നെ SHOs, പിന്നെ അത് കൂടാതെ അന്ന് ചാർജിലുണ്ടായിരുന്ന അന്ന് കായംകുളം DYSPന്റെ അണ്ടറിലാണ് ഈ 2 പോലീസ് സ്റ്റേഷൻ വരുന്നതെങ്കിലും ചാർജുകൾ വന്ന് വേറെ ആരും ഇവിടെ വരാനില്ല. ഈ പരിസരത്ത് തന്നെ അതിന്റെ ആളുണ്ടാവും. സാർ 4 ലെവലിൽ മാത്രം നോക്കിയാൽ മതിയാവുമെന്ന് പബ്ലിക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അവിടുന്ന്. കാരണം അത്രയും ഒരു ഗ്രൂപ്പിലായിട്ടുള്ള സംഭവം. പിന്നെ ഈ ടീം വർക്കും കൂടി ആയിരുന്നത്. പിന്നെ ഇതില് ആ നോട്ട്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അതില് ഈ ഫിഷർമാൻ ഉപയോഗിക്കുന്ന വല താഴ്ന്നു വെക്കാൻ വേണ്ടിട്ട് വെള്ളത്തില് അവരെ പൊതുവെ പ്രൊഫഷൻ ഉണ്ടല്ലോ, ആ പ്രൊഫഷണൽ സ്കില്ലോട് കൂടിയ കെട്ടായിട്ടാണ് മനസ്സിലായത് ആ കല്ല് കെട്ടിയിരുന്നത്. അതിൽ നിന്ന് 2 എണ്ണം സ്ലിപ്പായിട്ട് വെള്ളത്തിൽ പോയിരുന്നു. 1 എണ്ണം ബോഡിയോട് ചേർന്ന് നിൽക്കണ്ടായിരുന്നു. പിന്നെ ആ 2 എണ്ണം മിസ്സായതിനെ കൊണ്ടും പോയത് കൊണ്ടും പിന്നെ ഈ ബോഡിയിൽ വന്നിരിക്കുന്ന മറ്റേ ഗ്യാസസ് ഫോർമേഷനെ കൊണ്ടായിരിക്കണം ബോഡി ഫ്ലോട്ട് ചെയ്തത്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, കേരള പോലീസിൻ്റെ അന്വേഷണ മികവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ തങ്കമ്മ കൊലക്കേസിൻ്റെ അന്വേഷണം. അതായത് അത്ര വേഗത്തിൽ പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിലുള്ള യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല, ഒരു തുമ്പുമില്ലായിരുന്നു. പക്ഷേ ആ കല്ലും അതിൽ കെട്ടിയിരുന്ന ആ കെട്ടും ഇത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നു. അതായത് ഈ തങ്കമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം ഒടുവിൽ കൊലപാതകമാണെന്ന് കണ്ടെത്താൻ കഴിയുന്നതും പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞതും എങ്ങനെയാണ്? പ്രത്യേകിച്ചും അത് ആലപ്പുഴ പോലീസ് ഈ സമീപകാലത്ത് ഇതുപോലെ പല കേസുകളും ഒരിക്കൽ പോലും തെളിയിക്കപ്പെടില്ല എന്ന് കരുതിയിരുന്ന പല കേസുകളും തെളിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമല്ലേ ഈ തങ്കമ്മ കൊലക്കേസ്? തീർച്ചയായിട്ടും ടോം, ഈ കേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കേസിന് അനുകൂലമായ തെളിവുകളൊന്നും ഇതിന്റെ തുടക്കത്തിൽ പോലീസിന് ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ കാലത്ത് കുറ്റാന്വേഷണത്തിൽ ഏറ്റവും അധികം സഹായിക്കുന്നത് ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ്. അത്തരത്തിൽ CCTV ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഈ പ്രതിയെ സംബന്ധിച്ച് പ്രതിയിലേക്ക് ലീഡ് ചെയ്യുന്ന മൊബൈൽ ഫോണുകളോ മറ്റൊന്നും ഈ കേസിനകത്ത് ഉണ്ടായിരുന്നില്ല. കാരണം ഈ കൊല്ലപ്പെട്ട സ്ത്രീ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ഒരാളായിരുന്നു. ആ ടവർ ലൊക്കേഷനുമായി ബന്ധപ്പെട്ടും ഒന്നും കണ്ടുപിടിക്കാനായി പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോലീസ് കേസ് വരുമ്പോൾ സ്വാഭാവികമായും ആ ക്രൈം നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നത് ആ കേസിലെ ആദ്യ മണിക്കൂറുകളാണ്. അതായത് തങ്കമ്മ എന്ന സ്ത്രീയെ കാണാതായതിനു ശേഷം അവരെ മിസ്സിംഗ് ആണെന്ന് പോലും ഒരു പരാതി പോലീസിന് ലഭിക്കുന്നത് ഞായറാഴ്ച, പോലീസിന്റെ കണ്ടെത്തൽ പ്രകാരം ഞായറാഴ്ച ഇവർ കൊല ചെയ്യപ്പെടുന്നുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് മാത്രമാണ് ഇവര് കാണാനില്ല എന്നുള്ളൊരു വിവരം അന്വേഷണ സംഘത്തിന് മുന്നിൽ ലഭിക്കുന്നത്. അപ്പോഴും ഒരു മർഡർ എന്നുള്ളൊരു സാഹചര്യം വരുന്നില്ല. 82 വയസ്സുകാരിയാണ്, സ്ഥിരമായി ക്ഷേത്രത്തിലൊക്കെ പോകുന്ന ഒരാളാണ്. പക്ഷെ വൈകിട്ട് ഇവരെ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്ത് വിളക്ക് തെളിയിക്കുമായിരുന്നു. അവിടെ സ്ഥിരമായി വരുന്ന ഒരാൾ എന്ത് സാഹചര്യത്തിലും അവിടെ വരും. അപ്പോൾ അവിടെ വരാതായതോടുകൂടിയാണ് ഇതിനകത്ത് ഒരു സംശയം അതിൻ്റെ നിഴലിലേക്ക് കാര്യങ്ങൾ എത്തുകയും പോലീസിൽ പരാതിയായി പോകുന്നത്. കനകക്കുന്ന് പോലീസും തൃക്കുന്നപ്പുഴ പോലീസുമാണ് ഈ കേസ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ചെങ്ങന്നൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ കേസിന് മേൽനോട്ടം വഹിച്ചിരുന്നു. ഈ കേസിൽ കൃത്യമായൊരു ഒബ്സർവേഷൻ, അതായത് വളരെ കൃത്യമായുള്ള നിഗമനങ്ങളും ഒബ്സർവേഷനും ആലപ്പുഴയിലെ ജില്ലാ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്
ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അഭിനന്ദനാർഹമാണെന്ന് തന്നെ പറയാം. കാരണം ഇവരെ കാണാതാകുമ്പോൾ ഇവരുടെ മുന്നിൽ തെളിവുകളില്ല എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ലീഡുകളില്ല എന്ന് മാത്രമല്ല, ഇതിനെ മിസ്ലീഡ് ചെയ്യുന്ന മറ്റൊരു മൊഴി കൂടി അവർക്ക് ലഭിച്ചിരുന്നു. അതായത് തൊട്ടടുത്തുള്ള ഒരാളിൽ നിന്നും, ഈ ഒരു ഹൃദ്രോഗിയായ ഒരു വ്യക്തിയിൽ നിന്നും തങ്കമ്മയെ തിങ്കളാഴ്ച രാവിലെ കണ്ടുവന്ന് 7:30 കണ്ടുവന്നൊരു മൊഴി കൂടി പോലീസ് ലഭിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും പോലീസ് പിന്നീട് ഇവരുടെ 48 hours കഴിഞ്ഞ് ഇവരുടെ ബോഡി കായംകുളം കായൽ തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് കണ്ടെത്തുന്നത്. അപ്പോൾ കൈയും കാലും കെട്ടിയ നിലയിൽ കഴുത്തിൽ നിന്നും ഒരു കെട്ടുണ്ടായിരുന്നു. ആ കെട്ട് ഒരു കല്ല് കെട്ടി താഴ്ത്തിയ നിലയിലായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലാണ് ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത്. അതായത് ഇവര് കൊലപ്പെടുത്തി വെള്ളത്തിൽ താഴ്ത്തിയതല്ല, മറിച്ച് വെള്ളത്തിൽ തന്നെ കായലിൽ തള്ളി ആ കായലിൽ വെച്ചാണ് ഇവർ മരണപ്പെടുന്നത് എന്നുള്ള ഒരു വിവരം കൂടി ലഭ്യമാണ്. അപ്പോൾ അത്ര ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു അത് എന്നുള്ളതാണ്. തുടർന്ന് ഈ പോലീസ് ഇവരുടെ ബോഡി ഇൻക്വസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇവരുടെ കഴുത്തിൽ കെട്ടിയത് 3 കെട്ടുകൾ ഇവരുടെ ശരീരവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിൽ 2 അഴിഞ്ഞു പോയിരുന്നു. ഒരു പക്ഷേ അത് അഴിഞ്ഞു പോയിരുന്നില്ലായിരുന്നു എങ്കിലും കടലിലേക്ക് കണക്ട് ചെയ്ത് കിടക്കുന്ന ഇടമാണ്. ഒഴുകിയൊക്കെ പോകാം, ഇത് തെളിയിക്കപ്പെടാതെ പോകാൻ പറ്റുന്ന ഒരു കേസായിരുന്നു. പക്ഷേ എന്തോ ആ ഒരു തെളിവ് അവശേഷിപ്പിച്ചതുപോലെ ഇവരെ കെട്ടിയ സമയത്ത് ഇവരുടെ കഴുത്തിൽ ഒരു കല്ല് കെട്ടിയ ഒരു നൈലോൺ വെച്ച് കയറ് പോലെ ഉണ്ടാക്കിയിട്ട് നൈലോൺ ചരട് ഉപയോഗിച്ചിട്ട് ഇവരുടെ കഴുത്തിൽ കല്ല് കെട്ടിയിട്ടുണ്ടായിരുന്നു. കെട്ടിയ കല്ലും ആ കല്ലിൽ കെട്ടിയിരിക്കുന്ന ആ രീതി, ആ കെട്ടിന്റെ ഒരു രീതിയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയത് എന്നുള്ളതാണ്. മാത്രമല്ല ബോഡി കിട്ടിയപ്പോൾ 48 hours മേളിൽ പഴക്കമുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കാനായി. അപ്പോൾ ഈ അയൽവാസിയായ ആൾ എന്തിനിങ്ങനെ ഒരു മൊഴി, അതായത് മിസ്ലീഡ് ചെയ്യുന്ന മൊഴി തന്നു എന്നുള്ളൊരു സംശയം പോലീസിന്റെ നിലയിലേക്ക് എത്തുന്നു. ഈ അയൽവാസിയിലേക്ക് ഈ സംശയമുന നീണ്ടു നിൽക്കുമ്പോഴും ഈ കെട്ടു അടക്കമുള്ള സാഹചര്യങ്ങൾ പോലീസ് കൺസിഡർ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് അതിനകത്ത് നമുക്ക് ആ കെട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് എങ്ങനെ അഴിക്കുമെന്നാണ് നമുക്ക് ആദ്യം കൺഫ്യൂസ്ഡ് ആകുന്നത്. മാത്രമല്ല അത് പ്രത്യേക രീതിയിലാണ് അത് ലോക്ക് ചെയ്തിട്ട് ആ കയറ് കെട്ടിയിരിക്കുന്നത്. ഇതിനു മുമ്പ് സമാനമായൊരു കേസ് ഉണ്ടായിട്ടുണ്ട്. അത് പത്തനംതിട്ടയിലാണ്. ഒരു പെൺകുട്ടിയെ കൊന്ന് കെട്ടിത്തൂക്കിയൊരു കേസ് ഉണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ 2019 ടിഞ്ചു മൈക്കിൾ എന്ന 26-കാരിയെ കൊലപ്പെടുത്തിയ കേസ് ശരണി നേരത്തെ സൂചിപ്പിച്ചു. കാരണം ഇവിടെയും സമാനമായൊരു രീതിയിലാണ് പോലീസിൻ്റെ അന്വേഷണം എത്തുന്നത്. അവിടെയും ആ ഒരു കെട്ടായിരുന്നു. ടിഞ്ചുവിനെ കൊലപ്പെടുത്താൻ പ്രതി ആ ഒരു കെട്ട് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരുന്നു ആ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. അത് ആദ്യഘട്ടത്തിൽ ഈ ടിഞ്ചുവിൻ്റെ പങ്കാളിയാണ്, കാമുകനാണ് കൊലപാതകം നടത്തിയതെന്നായിരുന്നു പോലീസിൻ്റെ നിഗമനമെങ്കിൽ പിന്നീട് വിശദമായി നടത്തിയ അന്വേഷണത്തിലാണ് യഥാർത്ഥ പ്രതിയിലേക്ക് അന്വേഷണം എത്തിയത്. സമാനമായ രീതിയിൽ തന്നെ ആയിരുന്നോ ഈ കേസിലും പോലീസിൻ്റെ അന്വേഷണം? അതായത് ഈ ടിഞ്ചു കൊലക്കേസിൻ്റെ ആ രീതി, അന്വേഷണ രീതി ഏതെങ്കിലും ഘട്ടത്തിൽ കേരള പോലീസിനെ ഈ തങ്കമ്മ കൊലക്കേസിൽ സഹായിച്ചിരുന്നോ? പക്ഷേ ടിഞ്ചു കേസ് ഇവരെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ കെട്ട് അവർ അന്വേഷണ സംഘം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ്റെയൊക്കെ നേതൃത്വത്തിൽ അദ്ദേഹം സ്പോട്ടിൽ ഇൻക്വസ്റ്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ നേരത്തെ തന്നെ വളരെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ്. പ്രത്യേകിച്ച് കുറ്റാന്വേഷണത്തിൽ വളരെയധികം മികവ് പുലർത്തിയിട്ടുള്ള, അംഗീകാരം നേടിയിട്ടുള്ള ഉദ്യോഗസ്ഥർ കൂടിയാണ്. അപ്പോൾ ഇവർ ഈ കെട്ട് കൃത്യമായി ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ആ കെട്ട് സാധാരണ പ്രത്യേകിച്ച് ഒരാളെ കൊലപ്പെടുത്തി വേഗത്തിൽ കെട്ടി താഴ്ത്തുന്നതിനുള്ള ഒരു കെട്ടല്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു പ്രൊഫഷണൽ ടച്ചുള്ള ആ ലോക്കിംഗ് ആണ് അതിനകത്ത് ഏറ്റവും പ്രധാനം എന്നുള്ളതായിരുന്നു. ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ കെട്ട് അഴിക്കാതെ തന്നെയാണ് അവർ ആ കല്ല് മറ്റ് തെളിവിലേക്ക് മാറ്റിയത്. അപ്പോൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഇതിൽ കണക്ഷൻ ഉണ്ടാവും എന്നുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഇവരുടെ വീടെന്ന് പറയുന്ന ഒരു ബോട്ട് ജെട്ടിയുടെ അടുത്താണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വന്നു പോകാം. നമുക്കൊരു പ്രത്യേകിച്ച് ഒരാളെ സംശയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാഹചര്യം ഒട്ടും അനുകൂലമല്ലായിരുന്ന ഒരു കേസാണ്. അവിടെയാണ് ഈ കെട്ട് ഇവരുടെ ശ്രദ്ധയിലേക്ക് വരികയും ഈ തൊട്ടടുത്തുള്ള ഈ ഹൃദ്രോഗിയായിട്ടുള്ള മൊഴി നൽകിയ ആൾക്കൊന്നും ഈ രീതിയിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു നിലയിലേക്ക് വരികയും ഈ കെട്ട് കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളികൾ വല കടലിലേക്ക് താഴ്ത്തുന്ന സമയത്ത് ഭാരമുള്ള വസ്തുക്കൾ കെട്ടിയിടുമ്പോൾ ഇങ്ങനെ ഒരു കെട്ട് കെട്ടാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തൊട്ടപ്പുറത്തുള്ള വ്യക്തി നൽകിയ ആ മിസ്ലീഡിങ്ങോടുകൂടി നൽകിയ ആ സൂചനകളിലൂടെ അയാൾ സംശയത്തിൽ നിൽക്കുമ്പോഴും അയാളെ മാത്രമല്ലാതെ ഒരു വൈഡായിട്ട് ഒരു ടീം ആ പരിസരം മുഴുവൻ അവരെ
നിരീക്ഷിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നിരീക്ഷിച്ച കൂട്ടത്തിൽ ഈ പ്രതിയായ പ്രകാശിന്റെ വീട്ടിൽ ഈ നൈലോൺ കയറിന്റെ അവശിഷ്ടമായ കെട്ടുന്നതിനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ കണ്ടെത്തുന്നു. അതോടൊപ്പം ഈ കെട്ടിൽ പ്രകാശിന്റെ മത്സ്യബന്ധനവുമായി ബന്ധമുണ്ടോ എന്നുള്ള അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഈ മത്സ്യബന്ധനത്തിൽ തന്നെ എല്ലാവർക്കും ഇങ്ങനെ ഒരു കെട്ടി ഇറക്കാൻ കഴിയില്ല. അപ്പോൾ അതൊരു എക്സ്പെർട്ട് കെട്ടാണ്. ആ കെട്ടിനിൽ ഇയാൾക്ക് പറ്റുമോ എന്നുള്ളതായിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇയാൾ അത് ചെയ്യാറുള്ള ആളാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘത്തിന് വളരെ പെട്ടെന്ന് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു, കുറ്റം സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് സമാനമായി അവർക്ക് മറ്റൊരു ഇതുകൂടെ കിട്ടി. തൃക്കുന്നപ്പുഴ ഒപ്പം തന്നെ നമുക്ക് ഇവിടുത്തെ ഈ 2 പോലീസ് സ്റ്റേഷനുകൾ, നേരത്തെ സൂചിപ്പിച്ച 2 പോലീസ് സ്റ്റേഷനുകളായിരുന്നു ഈ കേസ് അന്വേഷണം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഈ കനകക്കുന്ന് സ്റ്റേഷനിലും ഉൾപ്പെടെയുള്ള ഈ അന്വേഷണത്തിനകത്ത് വന്ന ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അവര് തൃക്കുന്നപ്പുഴ പോലീസും കനകക്കുന്ന് പോലീസും അവരെ സംയുക്തമായുള്ള ഒരു കോർഡിനേഷൻ ആയിരുന്നു. അതിൽ ഈ ഗോൾഡ് വിൽക്കാനായി ഒരാൾ ചെന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരവും ഉടനടി പൈസ കിട്ടാത്തതുകൊണ്ട് അയാൾ അത് മടങ്ങി എന്നുള്ള വിവരവും കിട്ടി. അവിടെ നിന്നും ഒരു ഐഡന്റിഫിക്കേഷൻ വരുന്നു. അതിനിടയിൽ തൊട്ട് മുമ്പത്തെ ദിവസം ഈ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ വീട്ടിലേക്ക് പ്രായമായ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഗ്യാസ് എടുത്ത് വെക്കാനായി ഇവർ സഹായം തേടി മറ്റൊരു കടയിലേക്ക് ചെന്നിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് പ്രകാശൻ എന്ന് കണ്ടെത്തി. പ്രകാശൻ അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ചെന്നില്ല. പിന്നീട് ആ ഗ്യാസ് എടുത്തു വെക്കാനായി അവിടെ ചെന്നു, വെച്ചു കൊടുത്ത് തിരിച്ചു പോരുകയും ചെയ്തു. അപ്പോൾ ഈ സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്വർണ്ണമായിരുന്നു പ്രധാനമായി അയാളെ ആകർഷിച്ചെന്നുള്ളതാണ്. അയാൾ അങ്ങനെയാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. മറ്റ് രീതിയിലല്ല. അയാൾക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു, അതിന് പണം വേണമായിരുന്നു എന്നുള്ളതാണ്. ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ശ്വാസം മുട്ടിച്ച് തലയിണ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഇയാൾ പിന്നെ പോയി തിരികെ വന്നതിന് ശേഷമാണ് ആ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇവരെ കായലിൽ കൊണ്ട് മരണപ്പെട്ടു എന്ന് കരുതി തള്ളുകയായിരുന്നു എന്നുള്ളതാണ്. സമാനമായ കേസാണ്, ഇൻട്രസ്റ്റിംഗ് ആയ കേസ് തന്നെയായിരുന്നു ഈ പത്തനംതിട്ടയിൽ ഉണ്ടായത്. ആ 26-കാരിയുടെ കഴുത്തിൽ കുരുക്കിയ കുരുക്ക് അത് ടിമ്പർ നോട്ട് എന്ന് പറയുന്ന ഒരു കെട്ടിന്റെ രീതിയാണ്. തടി വെട്ടിയെടുക്കുന്നവർക്കാണ് ആ രീതിയിൽ കെട്ടിയിറക്കാൻ കഴിയുക. ആ രീതിയിലായിരുന്നു കെട്ടി ഉയർത്തിയത് എന്നുള്ളതായിരുന്നു. അന്ന് ഈ ആൺ സുഹൃത്തിലേക്ക് ഈ കേസ് പോയപ്പോഴും ആൺ സുഹൃത്ത് പിന്നീട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയാണ് ഈ കേസ് അന്വേഷണത്തിൽ വരികയും ഈ മരം വെട്ടുന്നതിനായി വന്നിരുന്ന ആളാണ് ഈ യുവതിയെ, അതായത് 26-കാരിയെ അന്ന് കൊലപ്പെടുത്തിയെന്നുമുള്ള നിഗമനത്തിലേക്കും പിന്നീട് ആ കേസ് തെളിയിക്കാനും ശിക്ഷ മേടിച്ചു കൊടുക്കാനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്. ഇവിടെയും ആ കെട്ട് നിർണായക തെളിവായി ഈ കേസിൽ വന്നു. ഏറ്റവും അഭിനന്ദനാർഹമെന്ന് പറയുന്നത് ഒരു തെളിവും ഒരു തുമ്പുമില്ലായിരുന്ന, ഒരു ഡിജിറ്റൽ സഹായവും ഇല്ലായിരുന്ന ഒരു കേസിൽ 48 മണിക്കൂറിനുള്ളിൽ ആലപ്പുഴ ജില്ലയിൽ ആ അന്വേഷണ സംഘത്തിന് ആ കേസ് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ശരിക്കും അത് കേരളത്തിന്റെ ഒരു കുറ്റാന്വേഷണ തന്നെയാണ്. ആലപ്പുഴ പോലീസിന്റെ അന്വേഷണ മികവാണ് തങ്കമ്മ കൊലക്കേസ് തെളിയിക്കുന്നതിലും പ്രതിയിലേക്ക് എത്തുന്നതിലും പ്രധാനപ്പെട്ട കാരണമായത്. നേരത്തെ സുരേഷ് ഗോപി നായകനായ നരിമാൻ എന്ന സിനിമയിൽ, ക്രൈം ത്രില്ലർ സിനിമയാണ്, അവിടെയും ഇത്തരം സങ്കീർണമായ ഘട്ടങ്ങളിലൂടെയാണ് പോലീസിന് അന്വേഷണം നീങ്ങുന്നത്. പിന്നീട് ആ കൊലക്കേസിൽ പ്രതികളെ പിടികൂടിയതുപോലും, വളരെ ശാസ്ത്രീയ തെളിവുകളില്ലാഞ്ഞിട്ട് പോലും പ്രതിയെ പിടികൂടിയതെല്ലാം കേരള പോലീസിൻ്റെ അന്വേഷണമിക്കാണ്. ഇത്തരം സിനിമകൾ പോലും ഇറങ്ങിയിട്ടുണ്ട്. അതിനേക്കാളും സിനിമകളുടെ അത്തരം കഥകളെപ്പോലും വെല്ലുന്ന രീതിയിലുള്ള ഒരു ക്രൈം ത്രില്ലറായിരുന്നു ഈ അന്വേഷണം, തങ്കമ്മ കൊലക്കേസിന്റെ അന്വേഷണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.